ഡൽഹി നിയമസഭാ വോട്ടെടുപ്പ് പൂർത്തിയായി 5 മണിവരെ 57.70 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 70 സീറ്റുകളിലായി 699 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, അരവിന്ദ് കെജ്രിവാൾ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടർമാരെ പോലീസ് തടഞ്ഞെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അരവിന്ദ്, രാവിലെയൊക്കെ മന്ദഗതിയിലായിരുന്നു പോളിംഗ്. ഉച്ചയ്ക്ക് ശേഷം സാമാന്യം പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ എല്ലായിടത്തും വോട്ടിംഗ് പൂർത്തിയായിട്ടുണ്ടോ? എവിടെയെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സ്നേഹ, ഡൽഹിയിൽ വോട്ടെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 മണിവരെയുള്ള കണക്കുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. 57.70 5 മണിവരെ പോളിംഗ് രേഖപ്പെടുത്തിയത്. ഒരുപക്ഷെ ഇത്രയും പോളിംഗ് ആരും പ്രതീക്ഷിച്ചു കാണില്ല. കാരണം 11 മണിവരെ മന്ദഗതിയിലായിരുന്നു പോളിംഗ് നടന്നിരുന്നത്. 11 മണിവരെ കണക്ക് പരിശോധിച്ചാൽ കേവലം 19 മാത്രമായിരുന്നു പോളിംഗ് ശതമാനം വന്നത്. പിന്നീട് ജനങ്ങൾ കൂടുതലായി ആ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. എന്തായാലും 5 മണിവരെ 57.70 പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2020 കണക്കുകൾ പരിശോധിച്ചാൽ 62%-നും 63%-നും ഇടയിലാണ് ആ പോളിംഗ് രേഖപ്പെടുത്തിയത്. അതിന് സമാനമായി 65%-ഓളം അടുപ്പിച്ചായിരിക്കും അവസാനത്തെ പോളിംഗ് കണക്കുകൾ എന്നാണ് ഒരു വിലയിരുത്തൽ ഉള്ളത്. എന്തായാലും വാശിയേറിയ ഒരു പോരാട്ടം തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഡൽഹിയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെ ഡൽഹിയിൽ നടന്നു. അധികാര തുടർച്ചയ്ക്ക് ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെക്കുമ്പോൾ കോൺഗ്രസും BJPയും ഒരു അട്ടിമറിക്കാണ് ഒരു ശ്രമം നടത്തുന്നത്. ഇന്ന് പുലർച്ചെ തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ പ്രമുഖ നേതാക്കൾ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാഷ്ട്രപതി ദ്രൗപദി മുർമു, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി, ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി അതിഷി അടക്കമുള്ളവർ പുലർച്ചെ തന്നെ ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഡൽഹി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. 5 മണിവരെയുള്ള പോളിംഗ് ശതമാനമാണ് നിലവിൽ പുറത്തു വന്നത്. 57.70 പോളിംഗ് ശതമാനം. അത് ഉയരുക തന്നെ ചെയ്യും എന്ന സാധ്യതയാണ് അരവിന്ദ് പങ്കുവയ്ക്കുന്നത് ഡൽഹിയിൽ നിന്ന്.